ചങ്ങനാശ്ശേരിക്കാരൻ മത്തായിക്കുട്ടിയുടെ ആ ഒരു ഡയലോഗ് പറയും ചോക്ലേറ്റ് ഫിലിമില്, കാനന ചോലയിൽ ആട് മേയ്ക്കാൻ ഞാനും വരട്ടെ എൻ്റെ കൂടെ. സെയിം അതും പറഞ്ഞുകൊണ്ട് എൻ്റെ ക്യാൻസർ 2019 വന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ എന്താ പറയുക, ലെഫ്റ്റ് സൈഡിൽ ഒരു ഓർഗാൻ പോലും അവർ ബാക്കി വെച്ചിട്ടില്ല. പ്രൊഡക്ട്സിൻ്റെ ഒക്കെ പുറകിൽ വാലിഡിറ്റി എഴുതുമല്ലോ, അതേപോലെ എൻ്റെ ലൈഫ് സ്പാൻ ഒരു വാലിഡിറ്റി തന്നിട്ടുണ്ട്. ഇത്രയും സ്പ്രെഡായ സ്ഥിതിക്ക് എനിക്ക് തന്നെ അറിയാം അത് എത്രത്തോളം ഇങ്ങനെ പോകും എന്നുള്ളത് നമുക്കൊരു തിരിച്ചറിവുണ്ടല്ലോ. ജീവിതത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും അതിനെ ഇത്തരം വാക്കുകളിലൂടെ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ സാധിച്ച് ഇങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്ന് പറയുന്നതിൽ hats off to you. I hope there is some way out. I hope you find happiness. I'm absolutely in awe of how you are dealing with your circumstances. എൻ്റെ പേര് ലക്ഷ്മി ജയൻ. ഞാനൊരു ക്യാൻസർ സർവൈവർ കം ഫൈറ്ററാണ്. 6 വർഷമായിട്ട് ഞാനും ക്യാൻസറും കൂടെ ഒരുമിച്ചുള്ള ഒരു യാത്രയിലാണ് ഇപ്പോൾ. 2019 ഈ ക്യാൻസർ എന്ന് പറഞ്ഞ ആൾ കൂട്ടിന് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ആൾ എന്താ പറയുക, നമ്മളങ്ങനെ പെട്ടെന്ന് വിട്ടിട്ട് പോവില്ല, ലൈഫ് ടൈം നമ്മുടെ കൂടെ കാണും, ഇല്ലാച്ചാൽ എന്നെ കൊണ്ടുപോകാൻ വന്നതാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാനും ഒട്ടും തോറ്റു കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ക്യാൻസർ വന്നതിന് ശേഷമാണ് ഞാൻ വീണ്ടും എൻ്റെ ഇഷ്ടങ്ങളിലേക്ക്, അതായത് നമ്മളിടങ്ങളുണ്ടാവുമല്ലോ, നമ്മൾക്ക് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്ഥലങ്ങളുണ്ടാവും, അപ്പോൾ ഞാൻ തിരിച്ച് എൻ്റെ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങിയത്. എല്ലാ തിരക്കിൽ നിന്നും മാറിയിട്ട് എൻ്റേതായ കുറച്ച് സമയം അങ്ങനെ ഞാൻ പൊടിപ്പിച്ച് കിടന്നിരുന്ന എൻ്റെ പേനയൊക്കെ വീണ്ടും തൂത്ത് തുടച്ച് എഴുതി തുടങ്ങി. ഈ ഒരു കുറച്ച് കാലയളവിനുള്ളിൽ എൻ്റെ ഒരു 3 ബുക്ക് ഇറങ്ങി. പിന്നെ എന്താ പറയുക, അത്യാവശ്യം ചെറിയ രീതിയിൽ മോഡലിങ്ങും, കുഞ്ഞിലെ എന്തൊക്കെ ഇഷ്ടങ്ങളുണ്ടായിരുന്നു, എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റാതിരുന്നിട്ടുണ്ടോ, അതൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്ത് തീർക്കാൻ തോന്നി. കാരണം ഒരാൾ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് പോകേണ്ടി വരുമെന്ന് അറിയാം. അതിനു മുമ്പ് നമുക്കുണ്ടായിരുന്ന ഇഷ്ടങ്ങൾ അതൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കണം തോന്നി. ഞാൻ 2019 തൊട്ട് എഴുതുന്നുണ്ട്, ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് എഴുതുന്നുണ്ട്. അങ്ങനെ മനോരമയിലും എഴുതാറുണ്ടായിരുന്നു. അവിടെ നിന്നാണ് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനായിട്ടുള്ള കാരണം തന്നെ അങ്ങനെയാണ്. കാരണം അവിടെ അവരുടെ ഒരു ഇൻവിറ്റേഷൻ വരെയും ആ ഒരു ആടുജീവിതം എന്ന് പറഞ്ഞൊരു ഫിലിമിലേക്ക്, അതിൻ്റെ സർവൈവേഴ്സ് മീറ്റിലേക്ക് ഇൻവിറ്റേഷൻ വന്നു. അത് പോയി, അതാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻ്റെ ടേണിംഗ് പോയിന്റ് എന്ന് പറയാം. ഞാൻ ബാംഗ്ലൂർ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യായിരുന്നു. ആ സമയത്താണ് എനിക്ക് ക്യാൻസറാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പം എനിക്ക് പ്രത്യേകിച്ച് സിംറ്റംസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു തലവേദനയായിരുന്നു, മിക്കപ്പോഴും തലവേദന, വൊമിറ്റിങ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് എന്താ പറയുക, മൈഗ്രെയിൻ ആണ് വിചാരിച്ചിട്ട് അവിടെ ബാംഗ്ലൂരിൽ തന്നെയുള്ള ഒരു ന്യൂറോളജിസ്റ്റിൻ്റെ മെഡിസിൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓൾട്ടർനേറ്റ് ഡേയ്സ് ഈ പറഞ്ഞ തലവേദനയും വോമിറ്റിങ്ങും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മെഡിസിൻസ് കഴിച്ചു. അപ്പോഴും നമുക്കറിയില്ലായിരുന്നു. പിന്നെ അതിന് മുമ്പ് എനിക്കൊരു ആക്സിഡൻ്റ് ആയിട്ട് ഞാൻ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ ഇടിച്ച് കൊണ്ടിട്ട് ഒരു ചെറിയൊരു ലംബ് പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ അവിടെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചപ്പോഴും അത് ഫൈബ്രോഡിനോമ, നോൺ ക്യാൻസറസ് ട്യൂമർ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് സ്കൂളിലൊരു മീറ്റിംഗ് ഡേ ഞാൻ തലയിറങ്ങി വീഴുകയാണ്. തലയിറങ്ങി വീഴുന്ന സമയത്ത് എൻ്റെ കൊളീഗ്സ് എന്നെ എടുത്തുകൊണ്ട് പോയി ഒരു ഡോക്ടറെ കാണിക്കുന്നു. അവിടെ സ്കാൻ ചെയ്തു തോന്നുന്നു. സ്കാൻ ചെയ്ത സമയത്തും ഫൈബ്രോഡിനോമ തന്നെയാണ് അതിനകത്ത് കാണുന്നത്, നോൺ ക്യാൻസറസ് ട്യൂമറാണ്. 8 മാസത്തിന് ഇപ്പറാണിത്. പിന്നീട് കോട്ടക്കൽ ആയുർവേദ ഹോസ്പിറ്റലിൽ ഡോക്ടർ സുജിത് വാര്യർ, അദ്ദേഹം എൻ്റെ ട്രസ്റ്റിയാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ജസ്റ്റ് കാഷ്വലായിട്ട് സംസാരിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനൊരു കാര്യം പറഞ്ഞു, ഒരു ലംബ് ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. ആ ഒരു സ്കാനിങ് റിപ്പോർട്ട് കാണിച്ചു കൊടുത്തു. സ്കാനിങ് റിപ്പോർട്ട് കാണിച്ചപ്പോഴാണ് ഡോക്ടറിന് മനസ്സിലായത് സംതിങ് സസ്പീഷ്യസ്. ലൈക്ക് ആ 8 മാസം മുമ്പ് എടുത്ത റിപ്പോർട്ടും ഈ റിപ്പോർട്ടും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. അതിന് ഗ്രോത്ത് ഉണ്ടായിരുന്നു, പിന്നെ അതേപോലെ അങ്ങനെ കുറച്ച് ഡൈമെൻഷൻസ് ഒക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഡോക്ടറിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു അത് ക്യാൻസർ ആണെന്ന്. പിന്നീടും ആ ഒരു ഫർദർ ചെക്കപ്പ്, ബയോപ്സിയും ഇതുമൊക്കെ കഴിഞ്ഞപ്പോഴാണ് അത് കൺഫേം ആയത് ക്യാൻസർ ആണ് എന്നുള്ളത്. എനിക്ക് ഉണ്ടായിരുന്ന സിംറ്റം എന്ന് വെച്ചാൽ എൻ്റെ ബ്രസ്റ്റിൻ്റെ സൈഡിലൊരു ലംപായിരുന്നു. അപ്പോൾ എല്ലാവരും പറയും ഇങ്ങനെ ലംപ് നോക്കിക്കഴിയുമ്പോൾ പെയിൻ ഉണ്ട് വെച്ചാൽ കുഴപ്പമില്ല, അങ്ങനെയൊക്കെ കുറേ ഒരു മിത്സ് ഉണ്ട്. പക്ഷേ ഇതൊന്നും അല്ല അതിൻ്റെ ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ബോഡിയിൽ ഒരു ലംപോ എന്തോ ഉണ്ടായാലും അതൊരു അബ്നോർമൽ കണ്ടീഷനാണ് അല്ലേ. എനിക്ക് തോന്നുന്നു ഈ ലംബൊക്കെ വരുമ്പോൾ എപ്പോഴും ഒരു ഓൺകോളജിസ്റ്റിനെ കാണുന്നതാണ് നല്ലത്. പക്ഷേ സ്കാനിങ്ങിൽ അത് ഫൈബ്രോഡിനോമ തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. വേദന ഉണ്ടായിരുന്നെങ്കിൽ അത് ക്യാൻസർ അല്ല പറയും. പക്ഷെ എനിക്ക് വേദന ഉണ്ടായിരുന്നു, നല്ല വേദന ഉണ്ടായിരുന്നു, അതിന് ഗ്രോത്ത് ഉണ്ടായിരുന്നു.
അങ്ങനെ ഒരു ലംപായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പിന്നെ അതിനോടനുബന്ധിച്ച് തലവേദന. അപ്പം നമ്മൾ ബോഡിയിൽ എന്തെങ്കിലും ഒരു അബ്നോർമൽ കണ്ടീഷൻ തോന്നിയാൽ നമുക്കറിയാമല്ലോ നമ്മുടെ ബോഡിയിൽ, അത് ലംപാണെങ്കിൽ എന്താണെങ്കിലും ഒന്ന് ക്രോസ് വെച്ചുകൊണ്ടിരിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഒട്ടും ഈസി ആയിട്ട് വിട്ട് കളയരുത്. ഈ ക്യാൻസർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുക കൂടെ ചെയ്യാത്ത, എൻ്റെ ഫാമിലിയിൽ ആർക്കുമില്ല, ഫാമിലി ഹിസ്റ്ററിയിൽ ആർക്കുമില്ല, ഹെറിഡിറ്ററി അല്ല. അപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക, പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ കുറച്ചൊക്കെ ഹെൽത്ത് നോക്കുന്ന കൂട്ടത്തിലായിരുന്നു. ഞാൻ ബേസിക്കലി ഡാൻസറായിരുന്നു, കഥക്കിൻ്റെ സർട്ടിഫിക്കേഷൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെയാണല്ലോ കേട്ടിട്ടുള്ളത്. കാരണം നമ്മളിങ്ങനെ ഒരു റുട്ടീൻ ലൈഫ് നല്ല എന്താ പറയുക കുറച്ച് നന്നായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ക്യാൻസർ എന്നുള്ളതിനെക്കുറിച്ച് വേറെ എനിക്ക് സൈഡ് എഫക്ട്സ് ആയിട്ട് അല്ലെങ്കിൽ വേറെ സിംറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഹെഡേക്കും വോമിറ്റിങ്ങും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓൾമോസ്റ്റ് ബ്രെയിനിലൊക്കെ കയറി എന്നുള്ള ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ്. സ്റ്റേജ് 3 ഒക്കെ കഴിഞ്ഞിട്ടാണ് എന്നെ കൊണ്ട് അഡ്മിറ്റ് ചെയ്യുന്നത് അവിടെ. ലാസ്റ്റ് മിനിറ്റ് വരെയും ഞാൻ പ്രതീക്ഷിച്ചു അത് ക്യാൻസർ ആയിരിക്കില്ല, എന്തെങ്കിലും ഇങ്ങനെ ടെസ്റ്റിൽ റിപ്പോർട്ടിൽ എന്തെങ്കിലുമൊക്കെ ഇത് പറ്റിയതായിരിക്കും എന്നുള്ള ഒരു ചിന്ത തന്നെയായിരുന്നു എനിക്ക്. അവസാന നിമിഷം വരെ ഞാൻ നോക്കി, പക്ഷേ ഇല്ല. അതൊക്കെ വേദന ഉണ്ടെങ്കിൽ എനിക്ക് ചിരിച്ചുകൊണ്ട് പറയാനേ അറിയുള്ളൂ. അതെൻ്റെ ഒരു പ്രശ്നമാണ്. ചിലപ്പോൾ നല്ല എനിക്ക് 2 ഇതിലും കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ അത് പോസിറ്റീവായിട്ടുമുണ്ട് നെഗറ്റീവായിട്ടുമുണ്ട്. സർജറി കഴിഞ്ഞപ്പോൾ തന്നെ വേദന അവിടെ നിന്ന് തുടങ്ങി. വേദന ഞാൻ സർജറി കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ എന്താ പറയുക ഇങ്ങനെ ബ്രസ്റ്റിൽ കൂടെയൊക്കെ ട്യൂബൊക്കെ ഇട്ട് അതിൻ്റെ അറ്റത്തൊരു കണ്ടെയ്നറൊക്കെ ഉണ്ടാവും നമ്മുടെ ഈ ഫ്ലൂയിഡൊക്കെ. അപ്പം തൊട്ടേ വേദനയാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ ഒരു ട്യൂബുകൾ കിടക്കുകയല്ലേ. പിന്നെ നമ്മളെവിടെ പോകുമ്പോഴും ഈ കണ്ടെയ്നറും പിടിച്ചുകൊണ്ട് വേണം പോകാനായിട്ട്. പുറത്ത് പോകുമ്പോഴും ഇതാകുമ്പോഴും പിന്നെ സർജറിയുടെ പെയിൻ ബൈ ഡിഫോൾട്ട് ഉണ്ടാവും. പിന്നെ എനിക്ക് ബാംഗ്ലൂർ സ്റ്റേപ്പിൾസാണ് ചെയ്തിരിക്കുന്നത്. അതായത് റെയിൽവേ ട്രാക്ക് പോലെയായിരുന്നു എൻ്റെ ശരീരം കാണുമ്പോൾ. ഇവിടെ നടുക്കുന്ന ഇങ്ങനെ കയ്യിലേക്ക് വരെ ഇത് ഇറങ്ങിയത് കൊണ്ട് റെയിൽവേ ട്രാക്ക് കാണുമ്പോൾ ശരിക്കും എന്താ പറയുക നമുക്ക് ചിരിക്കണോ കരയണോ എന്നറിയില്ല, ഒരു ക്യൂരിയോസിറ്റി. കാരണം ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റേപ്പിൾസ് ഇങ്ങനെ കാണുന്നത്. സ്റ്റിച്ച് ഇട്ട് കണ്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ ബോഡിയിൽ സ്റ്റേപ്പിൾസ്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കത് കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റി. നമ്മുടെ ശരീരത്തിൽ റെയിൽവേ പാളം പോലെ കിടക്കും. അത് എന്താ പറയുക, അതും വേദനയാണ്. അത് നമ്മൾ തിരിച്ചെടുത്ത് കളയണം. അപ്പം എനിക്ക് ഉണ്ടായിരുന്ന സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ വെയിറ്റ് ഒരു 25 to 30 kgs. ആ ഒരു 12 ആഴ്ച നമ്മൾ കീമോ മുടങ്ങാതിരിക്കാൻ സ്റ്റീരോയിഡ്സ് കുത്തിയിടും, ഓരോ ആഴ്ചയും മുടങ്ങാതിരിക്കാൻ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു 25 to 30 kg വെയിറ്റ് ഗെയിനും കിട്ടി, ഈ കീമോ ബ്രെയിനും കിട്ടി. അപ്പോൾ കീമോ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചില സമയം നമ്മുടെ മൊബൈലിൻ്റെ പാസ്വേഡ് വരെ മറന്നു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഡിപ്രസ്ഡ് ആയിപ്പോയി. നമ്മളെ ഫസ്റ്റ് കീമോ കഴിഞ്ഞ് 15 ദിവസം കഴിയുമ്പോൾ നമ്മുടെ മുടി പോകും. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കീമോ കഴിയുമ്പോൾ മുടി പോകും. 2019 ഞാൻ ഡെയിലി എണീറ്റ് വലിച്ചു നോക്കും. ഓരോ ദിവസം വലിച്ചു നോക്കുമ്പോൾ ഇല്ല കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഡോക്ടറിന് മാറിപ്പോയതായിരിക്കും, ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും. അങ്ങനെ പറഞ്ഞ് 15ാമത്തെ ദിവസം കൃത്യമായപ്പോഴേക്കും ഇത് ഫുൾ പോയി തുടങ്ങി. അപ്പോൾ നമ്മളത്രയും മാറ്റി നോറ്റെന്ന് വെച്ചാൽ ഞാൻ ബേസിക്കലി ഒരു ഡാൻസർ ആയത് കാരണം ഞാൻ കുറച്ച് ബ്യൂട്ടി കോൺഷ്യസാണ്. അപ്പോൾ ഞാൻ ഈച്ച് ആൻഡ് എവറിത്തിങ് അത്രയും ഇതായിട്ട് വളർത്തിക്കൊണ്ട് വന്നിട്ട് ഈ സാധനം അത് താഴെ ഇങ്ങനെ വീണെടുക്കുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കരമായിട്ട് നമുക്ക് വിഷമം വരാൻ. തൊടാൻ പറ്റില്ല, തൊട്ട് കഴിയുമ്പോഴേക്കും ഇതിങ്ങനെ ഊർന്ന് വരും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ എന്നാൽ മുഴുവനായിട്ട് പോവുകയില്ല, അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട്. അപ്പോൾ അതിരിക്കുന്ന ഒരു ഫോളിക്കിൾസിൽ പെയിൻ വരും, ഹെഡേക്ക് വരും എന്ന് ഡോക്ടർ പറഞ്ഞു നീ ഷേവ് ചെയ്ത് കളഞ്ഞോളൂ, അപ്പോൾ കുറച്ചുകൂടി ഇത്. അപ്പം ഞാൻ ആ ഷേവ് ചെയ്യാൻ പോയി ഇരുന്നപ്പോഴത്തെ ഒരു അവസ്ഥ, എൻ്റെ വീട്ടിൽ കണ്ണാടികളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം ഒരു നമ്മുടെ തലമുടി മാത്രമല്ല, അപ്പം ഈ ഐബ്രോസ് ഐലാഷസ് ഒക്കെ പോകുമല്ലോ. നമ്മളെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവില്ല. അപ്പോൾ വീട്ടിൽ ഞാനങ്ങനെ കണ്ണാടി നോക്കുക അങ്ങനത്തെ പരിപാടി ഒന്നുണ്ടല്ലോ. പക്ഷേ ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ മുടി ഷേവ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുന്നത് കംപ്ലീറ്റ് പാർലറിൻ്റെ ഫ്രണ്ട് കംപ്ലീറ്റ് കണ്ണാടി ആയിരിക്കുമല്ലോ. അപ്പോൾ എന്നെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അന്നാണ് ശരിക്കും പറഞ്ഞാൽ തകർന്ന് പോണതും വാവിട്ട് കരയണതും. അത് ആ ഒരു ഇൻസിഡൻറ്റ് ഓവർകം ചെയ്തെടുക്കാനായിട്ട് എൻ്റെ ഫസ്റ്റ്, അതായത് ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ടും ഞാനങ്ങനെ കുറച്ച് ഇതായിട്ടൊക്കെ നടന്നിരുന്നു. പക്ഷേ ഈ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് ശരിക്കും ഞാൻ തകർന്നു. കാരണം എന്നെ കണ്ടിട്ട് എനിക്ക് തന്നെ മനസ്സിലാവാത്തൊരവസ്ഥയായിരുന്നു. ടു ബി ഫ്രാങ്ക് ഞാൻ കുമ്പിടിയാ. എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ ക്യാമറയുടെ മുമ്പിലൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര മോട്ടിവേഷനും ഇതൊക്കെയാണ്. പക്ഷേ അല്ലാത്ത സമയങ്ങളിൽ എന്താ പറയുക, നമ്മൾ മാത്രമാവുന്ന കുറച്ച് സമയങ്ങളുണ്ടല്ലോ, ആ സമയത്ത് ഞാൻ ഡിപ്രസ്ഡ് ആവാറുണ്ട്, കരയാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ എനിക്കൊരു തണൽ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട്, നമ്മൾ ലേഡീസ് മാത്രമായിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നൊരു 10,000-ലധികം സ്ത്രീകളുണ്ട്, ക്യാൻസർ ബാധിച്ച ആൾക്കാരുണ്ട്. അപ്പം അവിടെ ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു പേടി വരും. പിന്നെ ഈ പെയിൻ എന്നൊക്കെ പറഞ്ഞാൽ ചില സമയം സഹിക്കാൻ പറ്റില്ല, അൺബെയറബിൾ ആയിരിക്കും.
ആ സമയത്തും ഈ പറഞ്ഞ പോലെ കൈവിട്ട് പോയിട്ടുണ്ട് നല്ല രീതിയിൽ. പക്ഷേ എൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ എനിക്കത് പുറത്തൊരാളും അറിയുന്നതാണ്. ഇനി നമ്മൾ ചുറ്റുള്ളവരെ വിഷമിപ്പിക്കേണ്ട എന്നുള്ളൊരു ഇത് കൊണ്ടായിരിക്കാം എനിക്കങ്ങനെ കാണിക്കാനും അറിയില്ല. എനിക്ക് ആദ്യത്തെ പ്രാവശ്യം എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു, ഹസ്ബൻഡും ഉണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു. ഇപ്പോഴത്തെ പ്രാവശ്യം ആയപ്പോഴേക്കും എൻ്റെ അച്ഛൻ പോയി, അമ്മ പോയി. ഇപ്പം ഞാനും ഹസ്ബൻഡും മക്കളും മാത്രമാണ്. അപ്പോൾ അവരുടെ ഒരു ഇത് കൊണ്ട് തന്നെയാണ് നമ്മൾക്ക് കയറിപ്പോരാൻ പറ്റുന്നത്. ബേസ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഒരു ലിമിറ്റഡ് ടൈമാണ്. അപ്പോൾ അതിനുള്ളിൽ ഉള്ള ആഗ്രഹങ്ങൾ കുറച്ച് തീർക്കുക, അതാണ് എൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും പഠിക്കാൻ കഴിഞ്ഞിട്ട് ഫോറൻസിക് സൈക്കോളജി പഠിക്കുന്ന കൂട്ടില്ല, ഒരു കാര്യമില്ല, എനിക്കറിയാം അത് പഠിച്ചിട്ട് ഞാനൊന്നും ചെയ്യാൻ പോകില്ല. പക്ഷേ അങ്ങനെ എന്തെങ്കിലും പുതിയത് പഠിക്കാനും ഇതാക്കാനൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഇതുകൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. എന്താവുമെന്ന് എനിക്കും അറിയില്ല. ഇപ്പോഴും ഈ ഒരു അവസ്ഥയിലും ഞാൻ ആരെ വിളിച്ചാലും ഇപ്പോൾ പറയാം, കുട്ടികളുടെ കോളേജസിലാണെങ്കിലും ഞാൻ ടോക്കിന് പോകാറുണ്ട്, മോട്ടിവേഷൻ ക്ലാസ്സസിന് പോകാറുണ്ട്. ഞാൻ ചിലപ്പോൾ ഒരു 3-4 പെയിൻ കില്ലേഴ്സൊക്കെ എടുത്തിട്ടായിരിക്കും പോകുന്നുണ്ട്. എന്നാലും അതെന്താ പറയുക, ഞാൻ പറയുന്നതിലൂടെ ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടായി, ആരെങ്കിലും ഒരാൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതല്ലേ. കാരണം എല്ലാവർക്കും ഇതേപോലെ ഓവർകം ചെയ്ത് വരാൻ പറ്റണം എന്നില്ല. പിന്നെ മറ്റുള്ളവർക്ക് നമുക്കൊരു മെസ്സേജ് കൊടുക്കാം, ഇത്രയേ ഉള്ളൂ അല്ലേ, എന്നെക്കൊണ്ട് ഇത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ വൈ കാണ്ട് യു, നിങ്ങൾക്കും ചെയ്യാം, എൻ്റെ കൂടെ എല്ലാവർക്കും ചെയ്യാം. അപ്പോൾ അവരെയൊക്കെ വിളിച്ച് ഞാനിങ്ങനെ നിർബന്ധിച്ച് മോഡലിങ്ങിന് വിടും, അത് ചെയ്യും ഇത് ചെയ്യും. കാരണം നിങ്ങളിങ്ങനെ ക്യാൻസർ എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല, നേരെ മറിച്ച് നമ്മളത് ഫേസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും. നമ്മളത് മറന്നേക്കുക. ഞാൻ ഓർക്കാറില്ല എനിക്ക് ക്യാൻസറാണ് ഇത്രമാത്രം സ്പ്രെഡ് ചെയ്തു എന്ന് ഓർക്കാറില്ല. വേദന വരുമ്പോൾ മാത്രമേ ഞാൻ ഓർക്കാറുള്ളൂ. അല്ലാണ്ട് ഞാൻ അതൊരു സ്ഥലത്ത് ഇരിക്കും, ഞാനിങ്ങനെ എൻ്റെ വഴിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ആയിട്ട്.